ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പാസ്ത ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. 500 ഗ്രാം അളവിൽ ഒരു കവർ പാസ്തയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാസ്ത വേവിക്കാനായി ഞാൻ കുറച്ചധികം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ പാസ്ത അതിലേക്ക് ചേർക്കണം. ഈ പാസ്ത എല്ലാം കൂടി കട്ട പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്തത്. വെള്ളത്തിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്. ആദ്യമായി ഞാൻ ഒരു 5 അല്ലി വെളുത്തുള്ളി ചോപ്പറിൽ വെച്ച് ചോപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു ക്യാരറ്റാണ് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തെടുക്കാം. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് വേണ്ടത് 2 സവാളയാണ്. അതും അതുപോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെജിറ്റബിൾ ചോപ്പറിൽ വെച്ച് ചെയ്തെടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുക്കിംഗ് ക്രീമാണ്. പിന്നെ കുറച്ച് ബട്ടറും എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്ത പകുതി വേവായിട്ടുണ്ട്. കുറച്ചുകൂടി കിടക്കട്ടെ. ഈ ചീസ് നമുക്ക് ലാസ്റ്റ് വേണ്ടുന്ന സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോസറല്ല ചീസും ഉപയോഗിക്കാം. ഈ മുളക് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് പാസ്തയുടെ മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി 2 പീസ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ ഒന്ന് ഉരുകി മെൽറ്റ് ആവുന്നതിന് മുൻപ് തന്നെ നമുക്ക് കുറച്ച് ഓയിൽ അതിലേക്ക് ചേർക്കാം. അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ബട്ടർ ഒന്ന് ഉരുകിയതിന് ശേഷം അതിലേക്ക് ആദ്യമായി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ആ സമയം കൊണ്ട് പാസ്ത ഒന്ന് അരിപ്പക്കൊട്ടയിലേക്ക് ഊറ്റിയെടുക്കാം. നമ്മൾ പാസ്തയുടെ വെള്ളത്തിൽ ആദ്യം ഓയിൽ ഒഴിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഒറ്റയായി കിട്ടിയത്. ഇനി നമുക്ക് സവാള ചേർക്കാം. സവാളയും കൂടി ഒന്ന് വഴന്നു വന്നതിന് ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടുന്നത് ക്യാരറ്റാണ്. ഇനി നമുക്ക് അടുത്തതായി ചേർക്കേണ്ടുന്നത് ക്യാപ്സിക്കമാണ്. ആ ബട്ടറിൽ കിടന്ന് ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരുമ്പോഴുള്ള മണം നല്ലൊരു മണമാണ്. അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. കൂടെ തന്നെ നമുക്ക് ചില്ലി ഫ്ലേക്സും ചേർക്കാം. ചില്ലി ഫ്ലേക്സ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അടുത്ത കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. എല്ലാം കൂടി ഒന്ന് പച്ച മണം മാറുന്നത് വരെ ഇളക്കാം. ഇനി ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അടുത്തതായി വൈറ്റ് സോസിനായി ഒരു പാൻ അടുപ്പിൽ വെക്കുക. അതിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ആ ബട്ടർ ഒന്ന് ഉരുകി മെൽറ്റായി വരുമ്പോൾ ഇനി നമുക്ക് ചേർക്കേണ്ടുന്നത്
1 സ്പൂൺ മൈദാമാവാണ്. എല്ലാം കൂടി നല്ലതുപോലെ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. ദാ ഇതുപോലെ ക്രീമി പരുവമായി വരണം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത മസാലയിലേക്ക് ചേർക്കാം. പാസ്ത പൊടിഞ്ഞു പോകാതെ തന്നെ മസാലയെല്ലാം കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം ഇനി നമുക്ക് വൈറ്റ് സോസ് അതിലേക്ക് ചേർക്കാം. വൈറ്റ് സോസും അതുപോലെ തന്നെ മിക്സ് ചെയ്യാം. അടുത്തതായി നമുക്കിനി കുക്കിംഗ് ക്രീമാണ് ചേർക്കേണ്ടുന്നത്. നല്ല രീതിയിൽ കുക്കിംഗ് ക്രീം ചേർക്കണം, എന്നാലേ ഇത് ജ്യൂസിയായി ക്രീമിയായി ഇരിക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് ഈ പാസ്ത. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർക്കാം. ലാസ്റ്റാണ് മല്ലിയില ചേർക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ചീസ് ആവശ്യമുള്ളവർക്ക് ചീസ് കൂടി ചേർക്കാം. മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ ഇവിടെ സ്ലൈസ് ചീസാണ് ചേർക്കുന്നത്. എല്ലാം കൂടി ഒന്ന് ഉരുകി വരുമ്പോൾ നല്ല ക്രീമിയും ജ്യൂസിയുമായ മക്രോണി അഥവാ പാസ്തയാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ രുചികരമായ പാസ്ത ഇവിടെ റെഡിയായിരിക്കുകയാണ്. നാവിൽ വെള്ളമൂറും പാസ്ത.